നമുക്ക് ബോർഡ് മാസ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം ഒന്ന് ചെയ്താലോ? ബോർഡ് മാസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഈ പ്രോബ്ലം നമുക്ക് ഈ ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് ഓഫ് എന്നുള്ളത് ബ്രാക്കറ്റ് ഉള്ളിൽ ഏതെങ്കിലും സംഖ്യ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ഡിവിഷൻ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെയുള്ള 2 ഡിവൈഡഡ് ബൈ 2. 2 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 എന്നാണ് 1 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. ഇപ്പോൾ 3 ഇൻറ്റു 1 എന്ന് പറയും. പിന്നെ അടുത്ത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ. 3 ഇൻറ്റു 1 3 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2 10. അപ്പോൾ 3 മൈനസ് 4 മൈനസ് 1 പ്ലസ് 10. അടുത്ത് ഇതിൽ പറഞ്ഞ അഡിഷനാണ്. അഡിഷനും സബ്സ്ട്രാക്ഷൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആദ്യം ഏത് വേണോ ചെയ്യാം. അപ്പം മൈനസ് 1 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 9 ആണ് ആൻസർ. അടുത്ത് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതിന് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഓഫ് എന്നുള്ളത് ആദ്യം പരിഗണിക്കണം. അതായത് ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. ഇതിൽ ഒരു ബ്രാക്കറ്റിനകത്ത് വീണ്ടും ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 2 പ്ലസ് 4 ഇൻറ്റു 8 മൈനസ് 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 18 എന്ന് കിട്ടും. ഇനി അടുത്ത് ഇതിനകത്തുള്ള ഡിവൈഡ് ചെയ്യാം. 4 ഇൻറ്റു 8 32 മൈനസ് 18 എന്ന് കിട്ടും. അപ്പം 2 പ്ലസ് 32 മൈനസ് 18 14 എന്ന് കിട്ടും. അപ്പോൾ എടുത്ത ആൻസർ 16 എന്ന് കിട്ടും. ഇങ്ങനെയാണിത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കായിട്ട് ചെയ്യാനൊരു പ്രോബ്ലം തരാം. 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക.